നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് കവിയും ഗാനരചയിതാവുമായ തമിഴ് കവി വൈരമുത്തു നടത്തിയ പരാമർശത്തെ പരിഹസിച്ച് ഗായിക ചിന്മയി ശ്രീപദ. വൈരമുത്തു ശരിക്കും ഇങ്ങനെ പറഞ്ഞോ എന്നായിരുന്നു ചിന്മയിയുടെ ചോദ്യം. വൈരമുത്തുവിനെതിരെ ചിന്മയി മീ ടു ആരോപണം ഉന്നയിച്ചിരുന്നു. എല്ലാ മേഖലകളിലും സമാന കമ്മിറ്റി വരണമെന്നും സിനിമയിൽ മാത്രമായി നടപടികൾ ഒതുങ്ങിപ്പോകരുത് എന്നുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വൈരമുത്തുവിൻ്റെ പരാമർശം. പുതിയ ഇന്ത്യയ്ക്കുള്ള തുടക്കമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും സ്വയം പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച് സ്കൂളുകളിൽ പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്നും വൈരമുത്തു ആവശ്യപ്പെട്ടു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ അടക്കം സൂപ്പർ താരങ്ങളുടെ മൗനത്തെ പരിഹസിച്ചുകൊണ്ട് ചിന്മയി ശ്രീപദ രംഗത്ത് വന്നിരുന്നു. പണവും ഡയലോഗുകളും നൽകിയാൽ സ്ത്രീകൾക്കായി സംസാരിക്കാൻ സൂപ്പർ താരങ്ങൾ തയ്യാറായേക്കും എന്ന് ചിന്മയി പറഞ്ഞു. വേട്ടക്കാർക്കൊപ്പമുള്ള കോൺക്ലേവ് നീക്കത്തിൽ നിന്ന് കേരള സർക്കാർ പിന്മാറണമെന്നും ചിന്മയി ആവശ്യപ്പെട്ടിരുന്നു. മലയാള സിനിമയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച WCCയെ പ്രകീർത്തിച്ചും ഗായിക ചിന്മയി ശ്രീപദ രംഗത്ത് വന്നിരുന്നു. WCC അംഗങ്ങൾ എൻ്റെ ഹീറോകളാണ്. ലൈംഗികാതിക്രമ പരാതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മലയാളി സമൂഹം നൽകിയ പിന്തുണ കാണുമ്പോൾ കേരളത്തിൽ ജനിച്ചിരുന്നു എങ്കിൽ എന്നാഗ്രഹിച്ചു പോയി എന്നും ചിന്മയി പറഞ്ഞിരുന്നു. ദേശീയ മാധ്യമമായ ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ചിന്മയി ഇത്തരത്തിൽ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന അഭിമുഖത്തിൽ ലൈംഗിക അതിക്രമ പരാതികളുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പിന്തുണ തന്നെ അസൂയപ്പെടുത്തുന്നു എന്ന് ചിന്മയി പറഞ്ഞു. തനിക്ക് ഇതുവരെ അങ്ങനെയൊരു പിന്തുണാ സംവിധാനം ലഭിച്ചിട്ടില്ല. ഒപ്പം സിനിമാ മേഖലയിലെ അതിക്രമങ്ങളെ നേരിടാൻ സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങിയതിനെയും ചിന്മയി അഭിനന്ദിച്ചു. തമിഴ് സിനിമയിലെ പല പ്രധാനികൾക്കെതിരെയും മീ ടു ആരോപണങ്ങളുമായി സധൈര്യം മുന്നോട്ട് വന്നയാളാണ് ചിന്മയി. 2018 കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിന് എതിരെ ചിന്മയി ആദ്യമായി ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. പിന്നീട് നടൻ രാധാരവിക്കുമെതിരെയും ചിന്മയി രംഗത്ത് വന്നിരുന്നു. തനിക്ക് നേരിട്ട വിഷയങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തുകയാണ് തമിഴ് സിനിമാ മേഖല ചെയ്തത് എന്നും ചിന്മയി ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരാൾ പോലും തനിക്കായി ശബ്ദിച്ചില്ല. എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. മലയാളി നടിമാർ തമിഴ്, തെലുങ്ക് ഉൾപ്പെടെയുള്ള വിവിധ സിനിമാ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെന്ന കാര്യവും ചിന്മയി ഓർമ്മിപ്പിച്ചു. ഒരു WCC കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നും അവർ പറഞ്ഞു. നിലവിലെ ലൈംഗിക ആരോപണങ്ങൾ സിനിമാ മേഖലയെ മധ്യനിരയിലുള്ളവരെക്കുറിച്ചും മാത്രമാണ്. സൂപ്പർ സ്റ്റാറുകളുടെ പങ്ക് ചൂണ്ടിക്കാട്ടാൻ ആരും തയ്യാറായിട്ടില്ല. അവരും ഈ വിഷയത്തിൽ തെറ്റുകാരാണ് എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ചിന്മയി പറയുന്നു. പക്ഷേ അവർ സംരക്ഷിക്കപ്പെടുന്നു. ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ തമിഴിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ പെട്ടെന്നത് പിൻവലിക്കുകയായിരുന്നു. ഇത്തരക്കാർ എല്ലാ സിനിമാ വ്യവസായത്തിലും ഉണ്ടെന്നും ചിന്മയി ചൂണ്ടിക്കാട്ടി. മലയാള സിനിമയിൽ മാത്രമേ ലൈംഗിക ചൂഷണങ്ങൾ ഉള്ളൂവെന്നും തമിഴിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രസ്താവിച്ച നടൻ ജീവയെയും ഗായിക ചിന്മയി ശ്രീപദ വിമർശിച്ചിരുന്നു. തമിഴ് സിനിമയിൽ ലൈംഗിക ചൂഷണമില്ല എന്ന് എങ്ങനെ പറയാനാകും എന്നാണ് ചിന്മയി ചോദിച്ചത്. ജീവ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതികരിച്ചതിൻ്റെ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് ചിന്മയി വിമർശനം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ജീവയോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. നല്ലൊരു പരിപാടിക്ക് വന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ജീവയുടെ ആദ്യ മറുപടി. വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ തമിഴ് സിനിമയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും ജീവ മറുപടി നൽകിയിരുന്നു. തുടർ ചോദ്യങ്ങൾ എത്തിയതോടെ ജീവ പ്രകോപിതനായി മാധ്യമപ്രവർത്തകരുമായി തർക്കിക്കുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. പിന്നീട് പ്രതികരിക്കാതെ ജീവ സ്ഥലം വിട്ടു. സംഭവം ചർച്ചയായതോടെയാണ് ജീവയ്ക്കെതിരെ ചിന്മയി രംഗത്ത് വന്നത്. തമിഴ് സിനിമാ ലോകത്ത് മീ ടു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ആളുകളിൽ പ്രധാനിയാണ് ചിന്മയി ശ്രീപദ. 2018 വൈരമുത്തുവിനെതിരെ ഗായിക പരാതി നൽകിയത്. സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോൾ വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ഗായിക വെളിപ്പെടുത്തിയിരുന്നു. സംഭവം തമിഴ് സിനിമാ മേഖലയെ ആകെ പിടിച്ചുലച്ചു. പിന്നാലെ സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബിംഗ് യൂണിയൻ ചിന്മയിയെ സിനിമയിൽ നിന്ന് വിലക്കി. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം വിജയ് ചിത്രം ലിയോയിലൂടെ തൃഷയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് ചിന്മയി രണ്ടാം വരവ് നടത്തിയിരുന്നു.